back to our YouTube channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് സ്പെഷ്യൽ ഉള്ള രണ്ട് കാര്യമുണ്ട് കേട്ടോ. നല്ല സ്പെഷ്യൽ ഉള്ള രണ്ട് കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലൈ ഇടുന്നത് ഈ മന്ത് ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നത് നമ്മളെ മിന്നൂസിന്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. രണ്ടും മിന്നു ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നത് ജൂലൈ 9-നാണ്. അപ്പൊ നമ്മൾ അന്ന് ഷോർട്സ് ഇട്ടു, ഇൻട്രോ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടു ഒരു ഷോർട്സ് ആയിട്ടുള്ള ഒരു ഇൻട്രോ പോലത്തെ ഇട്ടു. എനിക്ക് ഇപ്പൊ 1 ഇയർ കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ജൂലൈ 9-നാണ് 1 ഇയർ പൂർത്തിയാവും. പക്ഷെ നമുക്ക് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മളത് ഈ ബർത്ത്ഡേ വ്ളോഗിൽ നമ്മൾ ആ സന്തോഷം കൂടെ ആഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നല്ല സന്തോഷമുണ്ട്. നമുക്കിപ്പോൾ ഏകദേശം 1000 മോൾക്കോട്ട് സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഇത്രയും പെട്ടെന്ന്. ഒരു 1 ഇയർ കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും സബ്സ്ക്രൈബറിനെ കിട്ടും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് താങ്ക്സ് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ യൂട്യൂബ് ഫാമിനും എല്ലാവർക്കും, സബ്സ്ക്രൈബ് ചെയ്തായിക്കോട്ടെ നമ്മളെ വീഡിയോസ് കാണുന്നതായിക്കോട്ടെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയാണ്. വെച്ചാൽ നമ്മൾ എന്താ പറയുക, യൂട്യൂബ് തുടങ്ങി 1 ഇയർ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സബ്സ്ക്രൈബർ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫ്രണ്ട്സ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ രാവിലെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പം ആട്ടോ എടുക്കും. നമ്മൾ വന്ന് ഫ്രഷ് ഒക്കെ ആയി നമ്മൾ സ്കൂളിൽ 10:30 അല്ലടാ, സമയം ലേറ്റ് ആവുക. ഇപ്പൊ നമ്മൾ സമയം ലേറ്റ് ആയി എണീച്ചോ ഓർക്കത് അങ്ങനെയാണ്. സ്കൂളില്ലാത്തപ്പോ 10 മണിക്ക് ആവും. പക്ഷെ സ്കൂളിൽ പോകുമ്പോൾ നേരത്തെ എണീക്കാൻ ശ്രമിക്കും. പക്ഷെ ലേറ്റ് ആവുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മദർസയും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 7:00 പോകണം. ഒരു 7:45 മദർസ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പക്ഷെ നമ്മൾ അധികം 7:45 മദർസയിലെത്താറ്. ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. അതെന്താന്ന് വെച്ചാൽ എത്ര നേരത്തെ ഇറങ്ങിയാലും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ലേറ്റ് ആവും കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോയി. ഓക്കെ, ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മള് സ്കൂളിൽ പോയിട്ടായിരുന്നു. നമ്മൾ സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു. നമ്മൾ മറ്റേ കാർഡിലുള്ള സ്വീറ്റ്സ് അവിടെ കൊടുത്തത് ഞാനാണ് എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് കൊടുത്തത് കേട്ടോ. അതിൽ നമ്മൾ മഞ്ച് പോലത്തെ മുട്ടായി വെച്ചിട്ടാണ് ചെയ്തത് ഫ്രണ്ട്സ്. പിന്നെ അതുപോലെ തന്നെ മിന്നൂസ് ഇതാ ഈ കാർഡില് എന്താ പറയാ ഇത് ഫോട്ടോ ആയിട്ട് ഫ്രണ്ട് ക്ലാസ്സിൽ കൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാം പറഞ്ഞത്. റൈഫ എന്ന് പറഞ്ഞൊരു കുട്ടി ക്ലാസ്സിൽ കാർഡ് കൊണ്ടുവന്നു. ഇവളുടെ വീട്ടിലേക്ക് കാർഡ് കൊണ്ടുവന്നു. അതിൽ മഞ്ചല്ലേ മഞ്ച് പോലത്തെ എന്തോ അങ്ങനെയുള്ളൊരു മുട്ടായി, മഞ്ച് തന്നെ. അപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല. നല്ല തന്നെ ഉമ്മ എന്റെ മുട്ടായി കഴിച്ചു പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ് എന്തിനാണ് ഞാൻ കൊണ്ടുവന്നേ ചോദിക്കും. അപ്പൊ ഉമ്മ എന്തിനാ കൊണ്ടുവന്നേ, ഇതുപോലെ എന്റെ ബർത്ത്ഡേക്ക് ആക്കി കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഞാൻ ക്യാൻവ ആപ്പിൽ കൂടി എഡിറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ അതിലില്ലേ പാപ്പ നമുക്ക് എന്തായാലും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ക്യാൻവയിൽ കൂടി എഡിറ്റ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്തിട്ടാ ചെയ്ത് കേട്ടോ. പിന്നെ അതിൽ നമ്മൾ പെർക്ക് എന്ന് പറഞ്ഞൊരു മഞ്ചിന്റെ കുറച്ച് മാറ്റം, ടേസ്റ്റും കുറച്ച് മാറ്റം ഉണ്ടാവും. വേഫർ ടൈപ്പ് തന്നെ അതാട്ടോ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ് എല്ലാം ഉള്ള ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഗിഫ്റ്റും സർപ്രൈസും ഒക്കെ വരാനുണ്ട്. വന്നില്ല കേട്ടോ. അപ്പൊ എന്നിട്ട് നമ്മൾ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇന്ന് ഗിഫ്റ്റ് ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയാ ഉമ്മ പറഞ്ഞ ബർത്ത്ഡേ ആണ്. അപ്പൊ ഗിഫ്റ്റ് വാങ്ങാണ്ട് ഞാൻ ആലോചിച്ചില്ല. അതുകൊണ്ട് ഇന്നലെ ഞാൻ ബുക്ക് ചെയ്തത്. അപ്പൊ കിട്ടൂല കേസ്. അതുകൊണ്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മളെ മിന്നൂസിന് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ ഗിഫ്റ്റ് എന്താണെന്ന് ഫ്രണ്ട്സ്. പിന്നെ ഈ പറഞ്ഞത് എന്റെ വകയുള്ള ഗിഫ്റ്റ് ആട്ടോ. സോ അന്നൊക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിച്ച് അങ്ങനെയാട്ടോ കൊടുത്തത്. അത് കുറച്ച് സ്റ്റേഷനറി പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി സെറ്റ് ആക്കണം, വെറൈറ്റി ആക്കണം. മിന്നൂന്ന് അറിഞ്ഞൂടാ നമ്മള് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ വകയുള്ള ഗിഫ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ അതുപോലെ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ബെല്ല പ്രിൻസസ് ഇല്ലേ, അതിന്റെ ഒരു ചെറിയൊരു തീമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്സ്. പിന്നെ അതുപോലെ തന്നെ മിന്നുന്റെ ബെല്ല തീമുള്ള കേക്കാണ്. അപ്പൊ കേക്ക് വാങ്ങിച്ചില്ല, നമുക്ക് പോയി വാങ്ങിച്ചൊക്കെ വരണം കേട്ടോ. ബാപ്പന്റെ ബെല്ല തീമിലാക്കി ചെറുതായിട്ട് ബെല്ലിന്റെ ഫോട്ടോ പ്രിന്റ് ഒക്കെ ഇഷ്ടമുള്ള കേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കേക്ക് പോയിട്ട് എടുക്കണം കേട്ടോ. ബാപ്പ വാങ്ങിച്ച് നമുക്ക് പോവാം ഫ്രണ്ട്സ്. മിന്നൂസ് എപ്പോഴും മദ്രസയിൽ രാവിലെ 7 പോകുന്നുണ്ട് തന്നെ വന്നതിന് ഉറങ്ങും കേട്ടോ. കുറച്ച് സമയം ഉറങ്ങും, 2 മണിക്കൂർ ഉറങ്ങും. വന്നാൽ അത് ആളെ ഉറങ്ങലുണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് ഇപ്പൊ ലേറ്റ് ആയിട്ട് എണീക്കും. അപ്പൊ ഇന്ന് ഉറങ്ങാൻ പറ്റുന്നത് നല്ല ഉറക്ക് വരുന്നുണ്ട് അവർക്ക്. അപ്പൊ ഇന്ന് നമ്മൾ പോയി കേക്ക് വാങ്ങണം. അപ്പൊ ബാപ്പാനെ വിളിച്ചിട്ട് കേക്ക് വാങ്ങിച്ചിട്ട് വരാം കേട്ടോ.
ഫ്രണ്ട്സ്, ഇതാ നമ്മളിത് കേക്ക് വാങ്ങിച്ച് വരികയാണ് കേട്ടോ. മിന്നൂസ് അപ്പോൾ ഡ്രസ്സൊന്നും മാറിയില്ല. ഞാനും പാപ്പയും കൂടി പിന്നെ ഇതാ കേക്ക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ യെല്ലോ തീമിലായിക്കൊണ്ട് തന്നെ യെല്ലോ ഒരു ബെല്ല പ്രിൻസസിൻ്റെ കേക്കാണ് ചെയ്തത്. കേക്കും കസ്റ്റമൈസ്ഡ് ആണ്, ഡ്രസ്സും കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ രണ്ടും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. കണ്ടത് നല്ല ഫോട്ടോ പ്രിൻ്റൊക്കെ വെച്ചിട്ടുണ്ട്. അതിലിതൊക്കെ ഒരുപാട് ബട്ടർഫ്ലൈസ്, നമ്മളെ ബെല്ലയുണ്ട്, പിന്നെ എന്താണ് ഹാപ്പി ബർത്ത്ഡേ മിന്നു എന്നുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ച് നല്ല അടിപൊളി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഒരു ഫുൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കേട്ടോ. നല്ല അടിപൊളി, നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഷുഗർ ബോൾസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. പുറത്ത് മാത്രം കളർ ക്രീം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണാനുണ്ടോ ഹാപ്പി ബർത്ത്ഡേ മിനുക ഫാത്തിമ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഇവർ രണ്ടുപേരും എൻ്റെ കസിൻസാണ് കേട്ടോ. ലൈസ്, സാനി, ഇവർ രണ്ടുപേരും കൂടി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സ് കൊടുത്തു കേട്ടോ. ഇത് നല്ലൊരു ജാം സൂട്ട് മോഡലിൽ വരുന്ന ഡ്രസ്സാണ്. നല്ലൊരു ബ്രൗണും പിന്നെ വൈറ്റും വരുന്ന കോംബോ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഡ്രസ്സ്. അതുപോലെ നമ്മൾ എല്ലാവരും കൂടെ ആ ബോക്സിനെ കൊല്ല ചെയ്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ്, പിന്നെ ഇതാ ഈ ഗിഫ്റ്റ് കൊടുത്തത് മിന്നൂസിൻ്റെ ഒരു ഫ്രണ്ട് ഫൈസിയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെയും കൂടെ അനിയത്തിയാണ്. അപ്പോൾ ഇതാ ഹെയർ ക്ലിപ്സും പെൻസിൽസും ആട്ടോ കൊടുത്തത്. പിന്നെ ഫ്രണ്ട്സ്, ഇത് കൊടുത്തത് മിന്നൂസിൻ്റെ ഒരു ഫ്രണ്ട് സലാഹാണ് കേട്ടോ. സലാഹ്, ഹംദാന, മിന്നു, ഇവർ 3 പേരും ഗ്യാങ് ആണ് കേട്ടോ. ഒരു സിൽക്കാട്ടോ കൊടുത്തത്. പിന്നെ ഫ്രണ്ട്സ്, ഇത് നമ്മളെല്ലാവരും കൂടി ആ ഒരു കേക്ക് കട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മളെ മിന്നുൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. അപ്പോൾ നല്ല അടിപൊളി അൽഫോൺസോ മാംഗോ കളറാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ഒരു മഞ്ഞയാണ് കേട്ടോ. അതാണ് നമ്മളെ മിന്നൂസിൻ്റെ ഡ്രസ്സ്. പിന്നെ ഫ്രണ്ട്സ്, ഇതാണ് മിന്നൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മൾ കഴിഞ്ഞ വീട്ടിലും കാണിച്ചിട്ടുണ്ട്, ഹംദാൻ കേട്ടോ. അവൻ വന്നപ്പോൾ കൊണ്ടുവന്ന കേക്കാണിത്. ഇതും നമ്മൾ ആ ബട്ടർഫ്ലൈസ് ഒക്കെ ഉള്ള നല്ല യെല്ലോ തീമിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞി കേക്കായിരുന്നു കേട്ടോ. ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. അതും എല്ലാവരും കൂടി കട്ട് ചെയ്തു. പിന്നെ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ചിക്കൻ ബിരിയാണി, പിന്നെ അതുപോലെ നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി ഡാൻസൊക്കെ കളിച്ചു. നല്ല അടിപൊളി വൈബിങ് ആയിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞാനും ലൈസും ഒരുമിച്ചിരുന്നു, ഇവർ 3 പേരും കൂടി ഒരുമിച്ചിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.